ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്നലെ വാരണാസി ജില്ലാ കളക്ടറേറ്റിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും മൂന്നാം തവണയും മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് 52,000 രൂപ മാത്രം. 3.02 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും 52,920 രൂപ പണമായും കൈവശമുണ്ടെന്നും സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ലെന്നും അദ്ദേഹം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 11 ലക്ഷമായിരുന്നു മോദിയുടെ വരുമാനം. 2022-23 23.5 ലക്ഷമായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നികുതി വരുമാനം ഇരട്ടിയായെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2 അക്കൗണ്ടുകളുണ്ട്. SBIയുടെ ഗാന്ധിനഗർ ശാഖയിൽ 73,304 രൂപയും SBIയുടെ വാരണാസി ശാഖയിൽ 7,000 രൂപയും മാത്രമാണുള്ളത്. പ്രധാനമന്ത്രിക്ക് SBIയിൽ 2,85,60,338 രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. പ്രധാനമന്ത്രിയുടെ പക്കൽ 2,67,750 രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങളുമുണ്ട്. 2014 വാരണാസിയിൽ നിന്ന് ആദ്യമായി മത്സരിച്ച പ്രധാനമന്ത്രി ഇവിടെ നിന്ന് തുടർച്ചയായി 3-ാം തവണയാണ് ജനവിധി തേടുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മോദിക്കൊപ്പം BJPയിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ എത്തിയിരുന്നു. 2014-ലും 2019-ലും മോദിക്ക് ഗംഭീര വിജയമാണ് വാരണാസി നൽകിയത്. 2019-ൽ 100-ലേറെ മത്സരാർത്ഥികൾ മോദിക്ക് എതിരെ മത്സരിച്ചിരുന്നു. ജൂൺ 1-നാണ് വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 3-ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം 2001-ൽ കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞെടുത്തേക്ക് അദ്ദേഹത്തിന് പകരം BJPയുടെ മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റെടുത്തു. അതിനുശേഷം നടന്ന 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ സർക്കാർ അധികാരത്തിൽ വരികയും 2002-ലും 2007-ലും തുടർന്ന് 2012-ലും മോദി തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. 2001-ൽ കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയ്ക്ക് നേരെ അഴിമതി, അധികാര ദുർവിനിയോഗം എന്നീ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഗുജറാത്തിൽ പകരം ഒരു നേതാവിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചിന്തിക്കാൻ തുടങ്ങി. 2001-ൽ ഗുജറാത്തിലുണ്ടായ ഭൂകമ്പക്കെടുതികൾ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്ന നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചുവെങ്കിലും പട്ടേലിനെ പുറത്താക്കി താരതമ്യേന പരിചയക്കുറവുള്ള മോദിയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവായിരുന്ന LK അദ്വാനിക്ക് താല്പര്യമില്ലായിരുന്നു. പട്ടേൽ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാവാനുള്ള പാർട്ടിയുടെ നിർദ്ദേശം മോദി തള്ളിക്കളഞ്ഞു. ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഭാഗികമായി ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു മോദി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. 2001 ഒക്ടോബർ 7-ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റെടുത്തു. ഡിസംബർ 2022-ൽ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതല കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 2002-ലെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 182 അംഗ നിയമസഭയിൽ 126 സീറ്റുകൾ ലഭിക്കുകയും മോദി വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2002-ൽ ഗുജറാത്തിൽ നടന്ന വംശീയ കലാപത്തിൽ സർക്കാരിന്റെ പരാജയവും നീതി നിഷേധവും ആരോപിക്കപ്പെട്ടതിനാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകം നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായ നരേന്ദ്രമോദി ക്രിമിനൽ കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രിയാണ്.